CPM-നകത്ത് പ്രത്യേകിച്ച് കണ്ണൂരിലെ നേതാക്കൾക്കിടയിൽ കാര്യമായ എന്തോ പ്രശ്നങ്ങളുണ്ട് എന്ന് വെച്ചാൽ വിഴിഞ്ഞം വിഷയത്തിൽ ഒരു അഭിപ്രായ ഐക്യത്തോടെ സർക്കാരിനെതിരെ ആഞ്ഞടിക്കേണ്ട ഒരു സമയത്ത് ഭിന്നമായ നിലപാടിലാണ് നേതാക്കളുള്ളത്. പിണറായി പറയുന്നതും MP ഗോവിന്ദൻ പറയുന്നതിനെതിരെയുമാണ് EP ജയരാജനും KK ശൈലജയും അടക്കമുള്ള നേതാക്കൾ നിലപാടെടുത്തത്. അപ്പോൾ അത് വിഴിഞ്ഞം വിഷയത്തിലുള്ള രണ്ട് നിലപാടിന് അപ്പുറത്തേക്ക് ഈ കണ്ണൂരിലെ നേതാക്കൾക്കിടയിലുള്ള എന്തെങ്കിലും ഭിന്നതയുടെ സൂചനയാണോ എന്ന് സംസാരിക്കുകയാണ് നമ്മൾ ആദ്യം. സാർ എന്താണ് തോന്നുന്നത്? അങ്ങനെ ഒരു ഭിന്നതയുണ്ട്, അതിൻ്റെ വെളിപ്പെടലാണ് ഇതിലൂടെ വരുന്നത് എന്നുള്ളത് വ്യക്തമാണ്. അത് ഒരു സന്ദർഭത്തെ കൊണ്ടാണെങ്കിൽ നമുക്ക് സംശയിക്കാൻ കാരണങ്ങളുണ്ടായിരുന്നു. ഇതിപ്പോൾ അങ്ങനെയല്ല, ഒന്നിലധികം സംഭവങ്ങളുണ്ടാവുന്നു, സന്ദർഭങ്ങൾ അതുപോലെ വരുന്നു. അതിലെല്ലാം സമാനമായ ഒരേ രീതിയിൽ ഒരേ പാറ്റേണിലുള്ള പ്രതികരണങ്ങൾ വരുന്നു. അതുകൊണ്ട് തന്നെ നമ്മൾ അതിൽ സംശയിക്കേണ്ടതില്ല എന്നുള്ളതാണ്. അതിൽ കാണാവുന്നത് ഇപ്പോൾ വിഴിഞ്ഞം വിഷയത്തിൽ തന്നെ ഇന്ന് ഏറ്റവും ഒടുവിലത്തെ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഇന്ന് PK ശ്രീമതിയുടെ പ്രതികരണം, KK ശൈലജയുടെ പ്രതികരണത്തിന് സമാനമായ രീതിയിൽ തന്നെ അവരും റെസ്പോണ്ട് ചെയ്യുന്നു ഈ ചോദ്യങ്ങളോട്. ഇന്നലെ EP ജയരാജൻ സംസാരിച്ചത്, EP ജയരാജൻ എന്ത് പറഞ്ഞോ അതിൻ്റെ നേർവിപരീതമായിട്ടാണ് ഇന്ന് MV ഗോവിന്ദൻ്റെ ലേഖനം വന്നിരിക്കുന്നതും ദേശാഭിമാനിയിൽ. അപ്പോൾ ഒന്ന് കൃത്യമാണ്, KK രാഗേഷ് ഉന്നയിച്ച വിഷയം പാടെ തള്ളിക്കളയുന്നുണ്ട് KK ശൈലജയും പിന്നെ PK ശ്രീമതിയും. അപ്പോൾ ഇതിൽ നമുക്ക് കാണാവുന്ന ഗ്രൂപ്പിംഗ് ഇങ്ങനെയാണ്. ഇപ്പോൾ പിണറായി വിജയനും MV ഗോവിന്ദനും KK രാഗേഷും കണ്ണൂർ ജില്ലയിൽ നിന്നുള്ള നേതാക്കൾ എന്ന നിലയിൽ അവർ ഒരു സൈഡിലും, മറ്റേ സൈഡിൽ ഇപ്പോൾ EP ജയരാജൻ, KK ശൈലജ, PK ശ്രീമതി, MV ജയരാജൻ ഉണ്ടാവുമെന്ന് വിചാരിക്കുന്നു. ഇങ്ങനെ ഒരു ഡിവിഷൻ ഇപ്പോൾ അതിനകത്ത് കാണാം. ഇതിപ്പോൾ ആരോട് ചോദിച്ചു കഴിഞ്ഞാലും സംശയമില്ലാതെ പറയുന്ന രീതിയിലേക്ക് വളർന്നു കഴിഞ്ഞു. അപ്പോൾ അങ്ങനെയൊരു സാഹചര്യം ഉരുത്തിരിയുന്നതിൻ്റെ പശ്ചാത്തലം എന്ന് പറയുന്നത് കേവലം ഈ വിഴിഞ്ഞത്തിൻ്റെ മാത്രം വിഷയമല്ല, അതുകൂടാതെയുള്ള പല കാര്യങ്ങളും അതിനകത്ത് വരുന്നുണ്ട്. ഇപ്പോൾ ഒന്നാമതായിട്ട് ഈ റിവ്യൂ തന്നെ ഏതാണ്, സംസ്ഥാന തിരഞ്ഞെടുപ്പിൻ്റെ പരാജയത്തിൻ്റെ റിവ്യൂ തന്നെ, അതുമായി ബന്ധപ്പെട്ട പരാമർശങ്ങൾ തന്നെ നമുക്ക് കാണാം. പലയിടത്തും പല രീതിയിലുമാണ് ഉണ്ടായിട്ടുള്ളത്. MA ബേബി പറയുന്നത് തിരുത്തേണ്ടി വരുന്നു. അതുപോലെ തന്നെ പിന്നെ വേറെ അതേ സന്ദർഭത്തിൽ പിന്നെ P രാജീവ് പറഞ്ഞത് അങ്ങനെയല്ലെന്ന് പറയേണ്ടി വരുന്നു. അപ്പോൾ അങ്ങനെ പലതരത്തിലുള്ള ആശയങ്ങളും പലതരത്തിലുള്ള അഭിപ്രായങ്ങളും ഒക്കെ വരുന്നു. അതിൻ്റെ വ്യക്തമായ സൂചന ഇതാണ്. ഈ നേതൃത്വത്തെ സംബന്ധിച്ച്, അതായത് MV ഗോവിന്ദനും പിണറായി വിജയനും ഉൾപ്പെടുന്ന നേതൃത്വത്തെ പിൻ പോയിൻ്റ് ചെയ്തുകൊണ്ട് ഇതുവരെയും ഒരു കൺക്ലൂഷനിലേക്ക് എത്താൻ ഈ പാർട്ടിക്ക് കഴിഞ്ഞിട്ടില്ല. അവരുടെ ഭാഗത്തു നിന്നുണ്ടായിട്ടുള്ള നേതൃതലത്തിലുണ്ടായിട്ടുള്ള വീഴ്ചയാണ് ഈ പാർട്ടിയുടെ ഈ കഴിഞ്ഞ നിയമസഭാ തിരഞ്ഞെടുപ്പിൻ്റെ ഒരു പരാജയത്തിലേക്ക് നയിച്ചത് എന്നത്, അതുകൂടിയാണ് നയിച്ചത്. അതിലൊരു തീരുമാനം ആവശ്യമുണ്ട് എന്ന നിലയിൽ ഇതുവരെ ഈ പാർട്ടിക്ക് കൺക്ലൂഡ് ചെയ്യാൻ കഴിഞ്ഞിട്ടില്ല. അങ്ങനെ കൺക്ലൂഡ് ചെയ്യാൻ കഴിയാത്തതിൻ്റെ ഒരു തടസ്സമെന്ന് പറയുന്നത് അവർ തന്നെയാണ്, ഈ നേതൃത്വം തന്നെയാണ്. അപ്പോൾ അതിൽ ഉള്ള അസംതൃപ്തി കൂടിയാണ് ഇങ്ങനെ വെളിപ്പെടുന്നത്. വിഴിഞ്ഞത്തിൻ്റെ കാര്യത്തിലായാലും പിന്നെ ഇപ്പോൾ എന്താ പറയുക, ഈ പുറത്തേക്ക് പോയ കുഞ്ഞികൃഷ്ണനും അതുപോലെ തന്നെ TK ഗോവിന്ദനും ഉൾപ്പെടെയുള്ള നേതാക്കളെ തിരികെ കൊണ്ടുവരും എന്ന് MV ജയരാജൻ പറയുന്നു, അത് തിരുത്തുന്നതിൻ്റെ കാര്യത്തിലായാലും. അപ്പോൾ ഈ അഭിപ്രായ പ്രകടനങ്ങൾ എന്തിനധികം നമുക്ക് സംശയം തോന്നും ചിലപ്പോഴൊക്കെ. അർജൻറ്റീന ഈജിപ്ത് മത്സരം കഴിഞ്ഞിട്ടതിന് ശേഷമുള്ള ഒരു അഭിപ്രായ പ്രകടനങ്ങളിൽ പോലും ഇവർക്ക് എന്തോ ഭിന്നതയുണ്ടോ ചില നേതാക്കൾക്കിടയിൽ നിന്ന് തോന്നിപ്പോവും. അങ്ങനെയുള്ള ഒരു അവസ്ഥയിലേക്ക് പോവുകയാണ്. അത് ഞാൻ വിചാരിക്കുന്നത്, ഞാൻ ഇന്നലെ ഫൈനൽ ആർഗ്യുമെൻറ്റിൽ അത് പറയായിരുന്നു, അതിപ്പോൾ പുതുതായി ഉണ്ടാകുന്ന ഒരു സാധനമല്ല. ഈ പാർട്ടി നമ്മൾ എത്ര ഒരു ഏകശിലാഭൂതമായ ഒരു സാധനമാണ് എന്ന് വിചാരിച്ചു കഴിഞ്ഞാലും ഇതിനകത്ത് ഭിന്നാഭിപ്രായങ്ങൾ ഉണ്ടാവും, സ്വാഭാവികമാണ്. പ്രത്യേകിച്ച് സോഷ്യൽ മീഡിയ കാലത്ത് പലതരത്തിലുള്ള ഇൻപുട്സും ഒക്കെ വരുന്നുണ്ട്. ആളുകൾക്കിടയിൽ അത്തരം വ്യത്യസ്ത സമീപനങ്ങളും സാധനങ്ങളും ഉണ്ടാകും. ഒരു പൊതുവായ നയമുണ്ടാകും. ഓക്കെ, ഒരു പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം ഒരു രാഷ്ട്രീയ നയമുണ്ടാകും എന്നുള്ള കാര്യത്തിലൊന്നും സംശയമില്ല. ആ രാഷ്ട്രീയ നയം തന്നെ ചില ഘട്ടങ്ങളിൽ ഭരണത്തിലുള്ളപ്പോഴും അതിന് പുറത്ത് കിടക്കുമ്പോഴും വ്യത്യസ്തതയോടെ ഇവർ തന്നെ കാണുകയും ചെയ്യുന്നത് അതും സംശയത്തിനിടയാക്കും. ഇപ്പോൾ ഉദാഹരണത്തിന് ഭരണത്തിലുള്ളപ്പോൾ അദാനിയുമായിട്ട് യാതൊരു തരത്തിലുള്ള പ്രശ്നവുമില്ല, അവരുമായിട്ട് ഇടപെടുന്നതിനോ AK സെൻറ്ററിൽ വരുന്നു അദാനിയുടെ പുത്രൻ. അപ്പോൾ അങ്ങനെയൊക്കെയുള്ള ഒരു തരത്തിലുള്ള പ്രശ്നങ്ങളോ അതിനകത്ത് കാണുന്നില്ല. ഇന്നിപ്പോൾ MV ഗോവിന്ദൻ എഴുതിയ ലേഖനത്തിൽ അദാനിക്ക് വേണ്ടി സർവ്വതും ചെയ്യുന്നു ഇദ്ദേഹം എന്നുള്ള ലെവലിലാണ് പറയുന്നത്. അപ്പോൾ കഴിഞ്ഞ സർക്കാരിൻ്റെ കാലത്ത് ഇവരെടുത്ത നിലപാടെന്താണ്? ഈ ചോദ്യം വരുമല്ലോ, സാധാരണ സഖാക്കൾക്ക് വരെ അത് വരുമല്ലോ. അതുകൊണ്ട്
അത്തരത്തിലുള്ള ഒരു പൊതു നയത്തിലുപരിയായി അല്ലെങ്കിൽ ഒരു പാർട്ടി പരിപാടിക്കുപരിയായി അപ്പോഴപ്പോൾ സ്വീകരിക്കുന്ന സമീപനങ്ങളിലും നയങ്ങളിലും ഇങ്ങനെ വൈരുദ്ധ്യങ്ങൾ കാണുമ്പോൾ പലതരത്തിലുള്ള അഭിപ്രായങ്ങൾ ഉണ്ടാകുമെന്നുള്ള കാര്യത്തിൽ സംശയമില്ല. അത് പിണറായി വിജയൻ മുഖ്യമന്ത്രിയായിരുന്ന കഴിഞ്ഞ ഇടത് സർക്കാരിൻ്റെ കാലത്ത് തന്നെ അത്തരത്തിലുള്ള ഭിന്നാഭിപ്രായങ്ങൾ ഈ പാർട്ടിയിൽ ഉണ്ടായിരുന്നു. അതൊരിക്കലും പ്രകടമായില്ല, പ്രകടിപ്പിക്കാനുള്ള അവസരം ഉണ്ടായില്ല. അത് ഇല്ലാതെ അത് മുന്നോട്ട് കൊണ്ടുപോകുന്നതിലാണ് ഈ നേതൃത്വം വിജയിച്ചത്. അതുകൊണ്ടാണ് അത് കെട്ടിക്കടന്ന് പലതരത്തിലുള്ള അസ്വസ്ഥതകളുമായി മാറി ഒരുപക്ഷെ ഈ ഒരു അവസരം വന്ന സമയത്ത് ഇങ്ങനെ പുറത്തേക്ക് വരുന്നത്. അത് നമ്മൾ കാണാതിരുന്നുകൂടാ. അത് ഇതുവരെ ഒരുപക്ഷെ പാർട്ടിയിൽ നമ്മളങ്ങനെ കണ്ടിട്ടില്ലായിരിക്കും. സാഹചര്യങ്ങൾ മാറുകയാണല്ലോ, കാലങ്ങൾ മാറുകയാണല്ലോ. ഇപ്പോഴും 1 മണിക്കൂർ വാർത്താ സമ്മേളനം നടത്തി വളരെ അച്ചടി ഭാഷയിലും ഇതിലൊക്കെ പറയുന്ന നേതാക്കളുള്ളൊരു പാർട്ടിയായിട്ട് തുടർന്നു കഴിഞ്ഞാൽ ചിലപ്പോൾ അതൊന്നും ഇഷ്ടപ്പെടാത്ത ഒരു വിഭാഗം ആളുകളും ആ പാർട്ടിക്കകത്ത് തന്നെ ഉണ്ടാവും. അപ്പോൾ അതിൽ കാണേണ്ട ഒരു കാര്യം എന്ന് വെച്ചാൽ സ്വയം മാറാൻ ശ്രമിക്കുക. മാറാൻ കഴിയുന്നില്ലെങ്കിൽ മാറി വേറെ ആരെങ്കിലുമൊക്കെ അവിടെ കൊണ്ടുവരിക. അതല്ലേ വേണ്ടത്. ഒരു പരീക്ഷണത്തിനാണെങ്കിൽ പോലും അതിന് മുതിരുക എന്നുള്ളതാണ് CPM ചെയ്യേണ്ടത്. അതൊന്നും ചെയ്യാതെ ഇതിൻ്റെ സ്ട്രക്ചർ മൊത്തം അതേപടി നിലനിർത്തുകയും വേണം. എന്നാൽ ഇതിനെല്ലാം പരിഹാരവും വേണം. അത് നടക്കുന്ന കാര്യമല്ല. അത് ഒരു മനസ്സിലാക്കുകയാണ് ഏറ്റവും നല്ലതെന്നാണ് എനിക്ക് തോന്നുന്നത്. ഇതിപ്പോൾ ഈ കോൺഫ്ലിക്റ്റിംഗ് ആയിട്ടുള്ള അഭിപ്രായ പ്രകടനങ്ങൾ വരുന്നു എന്നതിലുപരി ഇറ്റ്സ് എ ഡിവൈഡഡ് ഹൗസ്. അതാണ് നമ്മൾ കാണുന്നത്. ഇറ്റ്സ് എ ഡിവൈഡഡ് ഹൗസ്. അപ്പോൾ എന്ത് വേണം എന്നുള്ളത് ആലോചിക്കുകയാണ്. ഒന്നുകിൽ നേതൃത്വം മാറുക, അല്ലെങ്കിൽ എല്ലാവരുടെയും പൊതു തീരുമാനത്തിന് വിട്ട് ഇതിനകത്ത് ഈ പാർട്ടിയെ മാറാൻ ഈ നേതൃത്വം തന്നെ അനുവദിക്കുക. അത് ചെയ്തില്ലെങ്കിൽ വലിയ അബദ്ധങ്ങളിലേക്കാണ് പോകുകയെന്ന് എനിക്ക് തോന്നുന്നു. നിഷാദ്, CPM-നകത്ത് പുതിയ ചേരികളും പുതിയ ചേരിപ്പോരും രൂപപ്പെടുകയാണോ? ആണെങ്കിൽ ഈ അണികൾ എങ്ങനെയായിരിക്കും അതിനെ സമീപിക്കുക? അല്ല, അണികളും സത്യത്തിൽ കുറച്ച് കൺഫ്യൂഷനിലാണെന്ന് ഞാൻ വിചാരിക്കുന്നു. ഇപ്പം നമ്മൾ ഈ തെരഞ്ഞെടുപ്പ് ഫലം വരുന്നതിന് മുമ്പ് തന്നെ ഇവിടെയും ഫൈനൽ ആർഗ്യുമെൻറ്റിലൊക്കെ സംസാരിക്കുമ്പോൾ പറഞ്ഞ ഒരു കാര്യമുണ്ട്. പിണറായി വിജയൻ്റെ നേതൃത്വത്തിലുള്ള ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി വലിയൊരു പരാജയമാണ് നേരിടുന്നതെങ്കിൽ CPIM എന്ന് പറയുന്ന പാർട്ടിക്കകത്ത് വളരെ ശ്രദ്ധേയമായിട്ടുള്ള ചലനങ്ങൾ ഉണ്ടാകാൻ പോവുകയാണ്. കഴിഞ്ഞ ഒരു 20 വർഷക്കാലമായി CPIM-നെ ഒരു ഇരുമ്പ് ചട്ടക്കൂട് പോലെ കൊണ്ടുവരുന്ന ആളാണ് പിണറായി വിജയൻ. അദ്ദേഹത്തോട് എതിർപ്പുള്ള ആളുകൾ അതിനകത്തുണ്ടായിരുന്നു. അദ്ദേഹം എടുക്കുന്ന നയസമീപനങ്ങളോട്, പാർട്ടിക്കകത്തെയും പുറത്തെയും നയസമീപനങ്ങളോട് വിയോജിപ്പുള്ള ആളുകളുണ്ടായിരുന്നു. പക്ഷേ അവർ നിശബ്ദരായിരുന്നു. കാരണം കഴിയുമായിരുന്നില്ല. അദ്ദേഹമാണ് പാർട്ടിയെ നയിക്കുന്നത്, അദ്ദേഹമാണ് പരമാധികാരി, അദ്ദേഹമാണ് പാർട്ടിയെ 2 തവണ അധികാരത്തിൽ കൊണ്ടുവന്ന ആൾ. ഇന്ത്യയിലെമ്പാടും പാർട്ടി തകരുമ്പോഴും കേരളത്തിൽ ആ പാർട്ടിയെ നിലനിർത്തിക്കൊണ്ടുപോകുന്നതിൽ നായകസ്ഥാനീയനായി പ്രവർത്തിക്കുന്ന അദ്ദേഹമാണ്. അദ്ദേഹത്തെ തള്ളാൻ കഴിയുമായിരുന്നില്ല ആർക്കും. പക്ഷേ ലോകത്ത് നമ്മൾ നോക്കണം, അത്തരത്തിലുള്ള വലിയ ഏകഛത്രാധിപതിമാർ അല്ലെങ്കിൽ വലിയ നേതാക്കൾ വീണു പോവുകയോ തോൽക്കുകയോ മരണപ്പെടുകയോ ഒക്കെ ചെയ്തതിന് ശേഷം ആ പാർട്ടിക്കകത്ത് പലതരത്തിലുള്ള ശക്തി കേന്ദ്രങ്ങൾ രൂപപ്പെടുകയോ ആ പാർട്ടി നിലയ്ക്ക് എന്താണ് അതിൻ്റെ ജനാധിപത്യ രൂപം വീണ്ടെടുക്കുകയോ ചിലപ്പോൾ തകർച്ചയ്ക്ക് വഴിയൊരുക്കുകയോ ഒക്കെ ചെയ്യുന്നത് നാം കണ്ടിട്ടുണ്ട്. ഇപ്പോൾ സോവിയറ്റ് യൂണിയൻ്റെ കാര്യം എടുത്താൽ സോവിയറ്റ് യൂണിയനിൽ സ്റ്റാലിൻ മാത്രമായിരുന്നു. സ്റ്റാലിന് മുമ്പ് അത് കുറച്ചുകൂടെ ജനാധിപത്യ രൂപയായിരുന്നെങ്കിൽ സ്റ്റാലിൻ വന്നതിന് ശേഷം ആ പാർട്ടി പരമാവധി സ്റ്റാലിനിൽ മാത്രമായി കേന്ദ്രീകരിച്ചാൽ. സ്റ്റാലിൻ മരിച്ചതിന് ശേഷം ആ പാർട്ടിയിൽ എന്താ സംഭവിച്ചത്? സ്റ്റാലിൻ മരിച്ചതിന് ശേഷം സോവിയറ്റ് യൂണിയനിൽ പാർട്ടി ജനറൽ സെക്രട്ടറി ആയിരുന്ന മലങ്കോവാണ്. മലങ്കോവിൻ്റെ, മൊളോട്ടോവിൻ്റെ അല്ലെങ്കിൽ ക്രൂഷ്ചേവിൻ്റെ ഒക്കെ നേതൃത്വത്തിൽ പലതരത്തിലുള്ള ശാക്തി കച്ചേരികൾ സോവിയറ്റ് യൂണിയനിൽ രൂപപ്പെട്ടു വന്നു. അല്ലെങ്കിൽ അന്നത്തെ KGB മേധാവി, അന്ന് KGBയുടെ പേര് NKVD എന്നാണ്. അപ്പോൾ ഓരോന്നിൻ്റെയും നേതാക്കൾ ശാക്തി കച്ചേരികളുടെ നേതാക്കളായി വരുന്നു എന്ന് പറയുന്ന മാറ്റം അന്ന് സോവിയറ്റ് യൂണിയനിൽ ഉണ്ടായിട്ടുണ്ട്. സോവിയറ്റ് യൂണിയനിൽ സ്റ്റാലിൻ്റെ മരണശേഷം എന്ത് സംഭവിച്ചു എന്നതിൻ്റെ സമാനമായ ചില ഉദാഹരണങ്ങൾ കണ്ടെടുക്കാൻ പറ്റും. ഇവിടെ പിണറായി വിജയൻ്റെ നേതൃത്വത്തിൽ LDF പരാജയപ്പെട്ടു. എന്ന് വെച്ചാൽ പിണറായി വിജയൻ ദുർബലനാക്കപ്പെട്ടിരിക്കുന്നു. വീണ്ടും ഒരിക്കൽ കൂടി അധികാരത്തിലേക്ക് തിരിച്ചുകൊണ്ടാൻ കഴിഞ്ഞില്ലെന്ന് മാത്രമല്ല, സമീപകാലത്തെ ഏറ്റവും വലിയ പരാജയങ്ങളിലേക്ക് എന്ന് വെച്ചാൽ നിയമസഭയിലും ലോക്കൽ ബോഡിയിലുമെല്ലാം വലിയ പരാജയങ്ങളിലേക്ക് പാർട്ടിയെ കൊണ്ടുപോകും വിധത്തിൽ ജനങ്ങൾക്കിടയിൽ പാർട്ടിയെ അസ്വീകാര്യമാക്കിയതിൻ്റെ പ്രധാന ഉത്തരവാദി ഇദ്ദേഹമാണ്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ എന്താണ് കമാൻഡിങ് പവർ, ഗ്രിപ്പ് കുറയും. എന്താണ്, മുൻപ് പല അഭിപ്രായങ്ങളുമായി നിശബ്ദരായിരുന്ന മനുഷ്യർ സംസാരിക്കാൻ തുടങ്ങും. അണികൾ സംസാരിക്കുന്നത് കേൾക്കുന്നില്ലേ? പണ്ട് പിണറായി വിജയനെക്കുറിച്ചോ അല്ലെങ്കിൽ MV ഗോവിന്ദൻ മാഷിനെക്കുറിച്ചോ സംസാരിക്കാൻ തയ്യാറാകാതിരുന്ന അണികൾ ഇപ്പോൾ ഉറക്കെ സംസാരിക്കുകയാണ്, കമ്മിറ്റിയിലും പുറത്തും. നമ്മൾ ഉദാഹരണം എടുത്താൽ കോൺഗ്രസ് ഹൈക്കമാൻഡിന് പഴയ ഒരു കമാൻഡിങ് പവർ ഇപ്പോൾ ഇല്ലാത്ത എന്തുകൊണ്ടാണ്? കോൺഗ്രസ് ഹൈക്കമാൻഡ് ഏറ്റവും ദുർബലമായ സംവിധാനമാണ്. പണ്ടൊക്കെ ആയിരുന്നെങ്കിൽ കോൺഗ്രസ് ഹൈക്കമാൻഡ് ഒരു തീരുമാനമെടുക്കുന്നു, ആ തീരുമാനം ഓരോ സംസ്ഥാനങ്ങളും നടപ്പിലാക്കിയതിന് എത്ര ചരിത്രമുണ്ട്. പഴയ കോൺഗ്രസ് ഹൈക്കമാൻഡ് ആണെങ്കിൽ ഇന്ന് VD സതീശനല്ല മുഖ്യമന്ത്രി, KC വേണുഗോപാലാണ്. ഇന്ന് കോൺഗ്രസ് ഹൈക്കമാൻഡിന് ഒറ്റയ്ക്ക് ആ തീരുമാനം എടുക്കാനുള്ള ശക്തിയില്ല. എന്തുകൊണ്ടാണ്? കേരളത്തിലെ പാർട്ടി ഞങ്ങൾ ഒറ്റയ്ക്ക് ഉണ്ടാക്കിയ 102 സീറ്റ് നിങ്ങളെവിടെ ജയിച്ചിട്ടുള്ളത്? നിങ്ങൾക്ക് കേന്ദ്രത്തിൽ അധികാരമില്ല. 3 തവണയെ നിങ്ങൾ പരാജയപ്പെട്ട് പുറത്തിരിക്കുന്നു. വിവിധ സംസ്ഥാനങ്ങളിൽ നിങ്ങൾ പരാജയപ്പെടുന്നു.
നിങ്ങൾക്ക് അങ്ങനെ ഒരു ശക്തിയുള്ള ഹൈ കമാൻഡ് അല്ല നിങ്ങളിപ്പോൾ എന്നതിൻ്റെ പോലെ തന്നെയാണ് പിണറായി വിജയൻ ദുർബലമാകുന്നത്. പിണറായി വിജയൻ അശക്തനാണ്. അദ്ദേഹത്തിന് പ്രായമായിരിക്കുന്നു. അദ്ദേഹത്തിൻ്റെ സ്ട്രാറ്റജീസ്, നയപരിപാടികൾ, നേതൃത്വമെല്ലാം പരാജയപ്പെട്ട ഒരു തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ് ഇടതുപക്ഷം സത്യത്തിൽ ഒരു ശരിയായ വഴി കിട്ടാതെ അറച്ചു നിൽക്കുന്ന സന്ദർഭമാണ്. അപ്പോൾ അവിടെ പല അഭിപ്രായങ്ങൾ, നമ്മളിനി എങ്ങനെ മൂവ് ചെയ്യണമെന്ന കാര്യത്തിൽ വ്യത്യസ്ത അഭിപ്രായങ്ങൾ അതിനകത്തുണ്ട്. ആ വ്യത്യസ്ത അഭിപ്രായങ്ങൾ നാം കേൾക്കുകയാണ്. വിഴിഞ്ഞത്തിൻ്റെ കാര്യത്തിൽ ആ പാർട്ടിക്കകത്തുള്ള അഭിപ്രായം നമ്മൾ കൂടുതൽ ഒച്ച വയ്ക്കാതിരിക്കുന്നതാണ് നല്ലത്. കാരണം വിഴിഞ്ഞത്തിൻ്റെ കാര്യത്തിൽ ജനങ്ങൾക്ക് നമ്മളെ വിശ്വാസമില്ല. കാരണം വിഴിഞ്ഞം പദ്ധതിയുടെ കാര്യത്തിൽ ഉമ്മൻചാണ്ടി കരാർ ഒപ്പിട്ടപ്പോൾ നമ്മളതിനെ എതിർത്തവരാണ്. 6000 കോടി അഴിമതി ഉണ്ടെന്ന് പറഞ്ഞവരാണ്. നമ്മൾ അധികാരത്തിൽ വന്നപ്പോൾ നമ്മൾ അദാനിയുടെ എല്ലാ ഏർപ്പാടുകൾക്കും കൂടെ നിന്നവരാണ്. നമ്മൾ ഇറങ്ങിയിട്ട് വീണ്ടും അദാനിയെ കുറ്റം പറഞ്ഞാൽ നമ്മുടെ ക്രെഡിബിലിറ്റി ഇഷ്യൂ ഉണ്ടാവും. നമ്മൾ PM ശ്രീയിൽ വെച്ചാൽ നമ്മളാണ് പോയി ഒപ്പിട്ടത്, നമുക്ക് ക്രെഡിബിലിറ്റി ഇഷ്യൂ ഉണ്ടാവും. അങ്ങനെ ഏതൊക്കെ വിഷയം എടുക്കുമ്പോൾ ഈ പ്രശ്നമുണ്ട്. അതുകൊണ്ട് നാം കുറച്ചുകൂടി കാത്തിരിക്കുകയോ കുറച്ചുകൂടി വ്യക്തതയുള്ള വഴി ശരിയാക്കി എടുക്കുകയോ പുതിയ നേതൃത്വം ഉണ്ടാവുകയോ വിശ്വാസമുള്ള നേതൃത്വം ഉണ്ടാവുകയോ ചെയ്യണം എന്ന ആഗ്രഹമുള്ള ആളുകൾ, അഭിപ്രായമുള്ള ആളുകൾ, കാഴ്ചപ്പാടുള്ള ആൾക്കാർ ആ പാർട്ടിയിലുണ്ട്. ഞാൻ ഇന്നലെയും പറഞ്ഞു, പിണറായി വിജയൻ അദ്ദേഹം വലിയ തോതിൽ CPIM കോൺട്രിബ്യൂട്ട് ചെയ്ത നേതാവാണ്. അദ്ദേഹത്തിൻ്റെ കോൺട്രിബ്യൂഷൻ വളരെ വലുതാണ്. ആ കോൺട്രിബ്യൂഷൻ്റെ പേരിൽ അദ്ദേഹത്തിൻ്റെ അവസാന കാലം വരെയും അദ്ദേഹത്തെ നേതൃപദവിയിൽ ഇരുത്തി ഈ പാർട്ടി സംവിധാനം ദുർബലമാകണം, അങ്ങനെയാണ് അദ്ദേഹത്തിന് തിരിച്ച് പാർട്ടി പേ ചെയ്യേണ്ടത് എന്നില്ല. അദ്ദേഹം പാർട്ടിക്ക് ഒരു സംഭാവന നൽകുന്നു, പാർട്ടി തിരിച്ച് അദ്ദേഹത്തിന് ടെന്യൂർ കഴിയുമ്പോൾ അദ്ദേഹം മാറണം. പിന്നെ എന്താ ചെയ്യേണ്ടത്? പിന്നെ പുതിയ ആളുകൾ അതിൻ്റെ ഉത്തരവാദിത്തം ഏറ്റെടുക്കുക എന്നുള്ളതാണല്ലോ. അല്ലാതെ അദ്ദേഹം തന്നെയും നേതൃപരമായിട്ടുള്ള അദ്ദേഹത്തിൻ്റെ കേപ്പബിലിറ്റീസ് എല്ലാം ദുർബലമാകുന്ന സന്ദർഭത്തിൽ അദ്ദേഹം തന്നെയാണ് അവിടെ ഇരിക്കേണ്ടത്. അഭിപ്രായമുള്ളവരുണ്ട്. KK ശൈലജയെ സംബന്ധിച്ച് കഴിഞ്ഞ തെരഞ്ഞെടുപ്പിലുള്ള സ്ട്രാറ്റജി എന്തായിരിക്കണം, താൻ എവിടെ മത്സരിക്കണം എന്നതിൽ അവർക്കൊരാഗ്രഹം ഉണ്ടായിരുന്നു. ആഗ്രഹം നടപ്പിലായില്ല. പാർട്ടി അവരോട് ചെയ്യാൻ പറഞ്ഞ കാര്യം അവർ ചെയ്തു, അവർ തോറ്റു. ഇന്നൊരു പക്ഷേ അവർ ജയിച്ചു വരികയായിരുന്നെങ്കിൽ ആ നിയമസഭയിലെ ഏറ്റവും പ്രധാനപ്പെട്ട നേതൃപദവിയിലേക്ക് പരിഗണിക്കപ്പെടേണ്ട പേരുള്ളതായിരുന്നു KK ശൈലജ. ഇപ്പോഴും കേരളത്തിലെ ആളുകൾ തള്ളിക്കളയാത്ത ഒരു CPIM നേതാവാണ്. അപ്പോൾ അവരുടെ കാര്യത്തിലടക്കം, തൻ്റെ വ്യക്തിപരമായ കാര്യത്തിലടക്കം പാർട്ടി എടുത്തിട്ടുള്ള തീരുമാനങ്ങൾ തെറ്റിപ്പോയെന്നും അതിൽ പൊതു താല്പര്യമല്ല പ്രവർത്തിച്ചിട്ടുള്ളതെന്നും വിശ്വസിക്കുന്ന ആൾക്കാർ അതിനകത്തുണ്ട്. അപ്പോൾ അതുകൊണ്ട് കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ മാർക്സിസ്റ്റ് അതിൻ്റെ ചരിത്രപരമായ ഒരു ഘട്ടത്തെ അഭിമുഖീകരിക്കുകയാണ്. അതായത് ആ പാർട്ടി ഒരു ചേഞ്ച് ഇപ്പോൾ ആഗ്രഹിക്കുന്നു. ആ പാർട്ടിയോട് ജനങ്ങളും ആ ചേഞ്ച് ചോദിക്കുന്നു. അതെടുക്കാൻ ആ പാർട്ടി തയ്യാറായിട്ടില്ല. പാർട്ടി അതിന് തയ്യാറാവാതിരിക്കുകയും ജനങ്ങൾ ആ ചോദ്യം ചോദിക്കുകയും സഖാക്കൾ ആ ചോദ്യം ചോദിക്കുകയും ചെയ്യുന്നതിൻ്റെ ഒരു സമ്മർദ്ദ ഘട്ടത്തിലാണ് ആ പാർട്ടി നിൽക്കുന്നത്. ഒരു സമ്മർദ്ദ ഘട്ടം. അത് ജനം നിങ്ങളോട് ചേഞ്ച് ചോദിക്കുന്നു, നിങ്ങളുടെ അടിത്തട്ട് കോമ്രേഡ്സ് നിങ്ങളോട് ചേഞ്ച് ചോദിക്കുന്നു, നേതൃത്വം ആ ചേഞ്ചിന് വഴങ്ങാതെ പിടിച്ചു നിൽക്കുന്നു. ഇതൊരു ഒരസലാണ്. ഈ ഒരസലിൻ്റെ ഘട്ടത്തെ ആ പാർട്ടി മര്യാദയ്ക്ക് അതിൻ്റെ നേതൃത്വം മനസ്സിലാക്കി പോയിട്ടില്ല. ആ ഒരസൽ തട്ടിയിട്ട് പൊട്ടിയാൽ ഉണ്ടാക്കാൻ പോകുന്ന ഇമ്പാക്റ്റ് ചെറുതായിരിക്കില്ല. അതുകൊണ്ട് ആ പാർട്ടി അത് മനസ്സിലാക്കുകയാണ് വേണ്ടതെന്നാണ് ഞാൻ പറയുക. അല്ലാതെ ഇങ്ങനെ പോയാൽ നമ്മൾ ഈ ദിവസങ്ങളിൽ ഒരു ട്രാക്ക് റെക്കോർഡ് മൊത്തം എടുത്ത് നോക്ക്. ഈ സർക്കാരിനെ സമ്മർദ്ദത്തിലാക്കാൻ കഴിയുന്ന പല വിഷയങ്ങളും ഉണ്ടായിരുന്നു. പക്ഷേ സർക്കാർ അടിപോയിട്ടുണ്ടോ? ഇല്ല. സർക്കാരിനെ പിണറായി വിജയൻ്റെ നേതൃത്വത്തിൽ നിയമസഭയിലോ പുറത്തോ സമ്മർദ്ദത്തിലാക്കി അല്ലെങ്കിൽ കുരുക്കിലാക്കി സർക്കാരിനെ ലോക്കാക്കി എന്ന് പറയാൻ കഴിയുന്ന ഒരു സന്ദർഭവും ക്രിയേറ്റ് ചെയ്യാൻ ഇവർക്ക് പറ്റിയിട്ടില്ല. എന്ന് മാത്രമല്ല, അങ്ങനെ ഞങ്ങളുടെ നേതൃത്വം അതിഗംഭീരമായി പെരുമാറുന്നു എന്ന പേരിൽ സഖാക്കൾ പോലും എവിടെയെങ്കിലും എന്തെങ്കിലും സെലിബ്രിറ്റി എന്ന് നാം കണ്ടില്ല. തോൽവിക്ക് ശേഷം പിണറായി വിജയനെ സെലിബ്രിറ്റി എന്ന എവിടെയെങ്കിലും കണ്ട ഒരു കാര്യം ഇല്ല. എന്ന് വെച്ചാൽ അണികൾക്ക് തന്നെയും അങ്ങയുടെ നേതൃത്വത്തിൽ തോറ്റുപോയി കോമ്രേഡ്, അങ്ങ് മാറൂ, അങ്ങയുടെ നേതൃത്വത്തിൽ ഇപ്പോഴും ഗംഭീരമെന്ന് പറഞ്ഞു നിൽക്കാൻ ഞങ്ങൾക്കിനി വയ്യ എന്ന് പറയാണ്. അത് പാർട്ടി കേൾക്കട്ടെ എന്നാണ് പറയുക. കേട്ടിട്ടില്ല എങ്കിൽ CPIM ബുദ്ധിമുട്ടും. യെസ്, അപ്പോൾ CPM എന്ന പാർട്ടി ചരിത്രപരമായ സന്നിഗ്ധ ഘട്ടത്തെ ഫേസ് ചെയ്യുകയാണ്. അടിത്തട്ടിൽ തിളച്ചുമറിയുന്ന വികാരത്തെ തിരിച്ചറിഞ്ഞുകൊണ്ടുള്ള തീരുമാനമെടുക്കാൻ പാർട്ടിക്ക് കഴിയും എന്ന് വിചാരിക്കാം.